നമസ്കാരം എല്ലാവർക്കും. അപ്പൊ ഞാനൊന്ന് ഉണ്ടാക്കാൻ പോണത് ഈ എണ്ണ, ഗീ അങ്ങനെ സംവിധാനം ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ ഒരു കറി ഉണ്ടാക്കാൻ പോവാണ്. അത് പരിപ്പ്, മുരിങ്ങയ്ക്ക, കൊച്ചുള്ളി, തക്കാളി എല്ലാം ഇട്ടിട്ട് ഒരു കറിയാണ്. അപ്പം അത് എങ്ങനെയാ ഞാൻ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലോട്ട് കാണിക്കാൻ പോവാണ്. അപ്പം എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക്. അപ്പം നമ്മൾ ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു, അതിനെ ഫയർ കത്തിച്ചിട്ട് അതിനകത്ത് 2 അരി വെളുത്തു, 2 അരി 50 ഗ്രാം വന്നിട്ട് പരിപ്പേ എടുക്കുന്നുള്ളൂ. അതിന് അതും മറ്റേ നമ്മുടെ മുങ്ദാലാണ് എടുക്കുന്നത്. മുങ്ദാൽ, ചെറുപയർ പരിപ്പ് എന്ന് പറയും. അതിനെടുക്കുക. പിന്നെ അതിന് വന്നിട്ട് നമ്മുടെ കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യുക, പിന്നെ ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ 50 ഗ്രാം മറ്റേ എന്താ പറയാൽ മൂങ് ദാൽ ആഡ് ചെയ്തിട്ട് അടച്ചു വെച്ച് ബോയിൽ ചെയ്യുക. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ ഇങ്ങനെ തിളച്ച് ഒരു ബോയിലായി ആ സമയമാകുമ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ പരുവാകും. കുറച്ച് ദാൽ വെന്ത് ആയില്ല എന്നുള്ള പരുവത്തിൽ വെള്ളമുണ്ട്. അപ്പം അതിൻ്റെ തന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ കൊച്ചുള്ളി, പിന്നെ മുരിങ്ങയ്ക്ക, പിന്നെ കുറച്ച് തക്കാളി. ഒരു തക്കാളി ഞാൻ എടുത്തുള്ളൂ, ഒരു കുഞ്ഞു തക്കാളി, പിന്നെ ഒരു പച്ചമുളക് നമ്മൾ 2ആയിട്ട് കീറി നമ്മൾ വെച്ചേക്കുകയാണ്. അപ്പം അതിനെയും കൂടെ നമ്മൾ തക്കാളി ലാസ്റ്റ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതിന് മുന്നേ തന്നെ നമ്മൾ മുരിങ്ങയ്ക്ക, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുള്ളി, 2 പച്ചമുളകും കൂടെ കീറിയിടുക. ഇട്ട് നല്ലോണം അടച്ചു വെച്ചിട്ട് സ്ലോ ഫയറിൽ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അപ്പം ഈ അടച്ചു വെക്കുക, ഇതും കുക്ക് ചെയ്ത് എല്ലാം പരുവായുമ്പോൾ നല്ല കുറുകി നല്ല ഒരു കുറച്ച് പരിപ്പ് കറിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിലാവും. അപ്പോൾ എന്തായാലും ആ സമയം വരെ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. പിന്നെ അതിനുശേഷം ലാസ്റ്റ് ഫൈനലി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഫൈനലി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ആവശ്യത്തിന് എന്ന് പറയാൻ ലാസ്റ്റാണ് ഉപ്പിടേണ്ടത്. വെള്ളമൊക്കെ ആദ്യം നിങ്ങൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിന് കണക്ക് ഉപ്പിട്ട് വെള്ളം വറ്റി കഴിഞ്ഞാൽ ഉപ്പ് കൂടും. ഫൈനലി നമ്മൾ എന്താ പറയാണ്ടല്ലോ, കുറുകി വന്നിട്ടുണ്ട്. ഫൈനലി നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് ആഡ് ചെയ്തിട്ട് നമ്മളൊരു ബോളിൽ മാറ്റിയിട്ട് അത് നമ്മൾ ലാസ്റ്റ് മല്ലിയിലായിട്ട് ഒന്ന് ഫൈനൽ ചെയ്യുക. അപ്പം ഇത് എണ്ണ കഴിക്കാൻ പറ്റാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ചോറും ഒരു നമ്മുടെ ഈ നമ്മുടെ പരിപ്പ് കറിയും കുറേ തൈരും ഉണ്ടെങ്കിൽ നല്ലൊരു ഊണാണ്, നല്ലൊരു ഡയറ്റ് ഊണാണ്. നമ്മുടെ എണ്ണ പാടില്ല, എണ്ണ നമ്മൾ ചേർക്കാൻ പറ്റാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. നല്ല ടേസ്റ്റിയും കൂടിയാണ്. നമ്മൾ ഒരു ബോളിനകത്ത് ഇത്രത്തോളം മുരിങ്ങയ്ക്ക കിടക്കുന്നു നോക്കിയത്. ഞാനെടുത്ത ആ മുരിങ്ങയ്ക്ക കൂടുതൽ ഇടുമ്പോഴത്തേക്കും, ഇപ്പം ഞാൻ എടുത്ത 50 ഗ്രാം ഇതിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാനൊരു 100 ഗ്രാം മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പം അത്രയും നല്ല ടേസ്റ്റ് ആവും. നിങ്ങൾ ആ 2 പീസ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് വരില്ല മുരിങ്ങയ്ക്കയുടെ. അപ്പോൾ അത്രയും ശകലം മുരിങ്ങയ്ക്ക ഇടുക. മുരിങ്ങയ്ക്ക ഇട്ടിട്ട് ഫൈനൽ ഫിനിഷ് ചെയ്യുക. അപ്പം എന്നാൽ നല്ല ഓപ്ഷനാണ് എന്ന് പറഞ്ഞാൽ ഈ എണ്ണ ചേർക്കാത്തവർക്ക് സൂപ്പർ ഓപ്ഷനാണ്.